ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഫോറം മോളിലോട്ടാണ് ആദ്യം പോകുന്നത്. അവിടെ നമ്മുടെ ഷാസിൻ്റെ പവർ ഗ്രൂപ്പിലെ ഒരു പ്രമുഖൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വ്ലോഗ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം ഗൈസ്. എന്തെങ്കിലും ഫുഡും കഴിക്കണം. അപ്പം അവനെന്തോ ബിരിയാണിയൊക്കെ ചോദിച്ചു, എവിടെ നല്ല ബിരിയാണി കിട്ടുക എന്നുള്ളത്. കൊച്ചി സ്റ്റൈല്. ഇപ്പം ഞാൻ പിന്നെ മട്ടാഞ്ചേരിയിലെല്ലാം പോകേണ്ടി വരുമെന്നാണ് കൊച്ചി സ്റ്റൈൽ കഴിക്കാണ്ട്. അല്ലെങ്കിൽ പിന്നെ റഹ്മാനിയല്ലേ ഉള്ളൂ. പിന്നെ അവർക്ക് ഈ തിരക്കധികം വേണ്ട എന്നുള്ളതനുസരിച്ച്, ബിക്കോസ് അവർക്ക് ഷോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ബിരിയാണി പരിപാടി മാറ്റിയിട്ട് ഷെഫ് പിള്ളേരെ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ ഫോറം മോളിൽ, സോ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഗൈസ്. സോ ലെറ്റ്സ് സീ. വേറെ എന്താ പരിപാടി എന്താണെന്ന് അറിഞ്ഞൂടാ, നോക്കാം. ആദ്യം അവനെ ഒന്ന് പോയി കണ്ടിട്ട് ആരാന്നുള്ളത് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്ലാൻസ് സെറ്റാകാം. നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് എന്തായാലും ഇന്നൊരു ഡെയിലി വ്ളോഗിൻ്റെ ഒരു ആസ്പെക്റ്റിൽ എടുക്കുന്നതേ ഉള്ളൂ ഗൈസ്. ലെറ്റ്സ് സീ. എന്തെങ്കിലുമൊക്കെ പ്ലാൻ വരികയാണെങ്കിൽ ഞാൻ അതും കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഗൈസ്, ഡെയിലി വ്ളോഗ് വേണോ? ഞാൻ എന്തെങ്കിലും അങ്ങനെ വലിയ പ്രത്യേകിച്ചൊന്നും ഞാൻ ഒരുപാട് ചെയ്യുന്ന ഒരാളല്ല പരിപാടികൾ. ഇതിന് വേണ്ടി പരിപാടി ഉണ്ടാക്കുന്നത് കുറച്ച് ഇത്തിരി എനിക്ക് അറിഞ്ഞൂടാ എന്താണ് സംഭവം. പക്ഷേ എന്തായാലും ഞാൻ നോക്കാം ഗൈസ്. ഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോൾ കഴിഞ്ഞ തവണ അപ്പം നിമിഷയെ കാണാൻ പോയത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വ്ളോഗുകളായിരിക്കും കൂടുതൽ എനിക്ക് വർക്കാവുന്നതെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് സീ. മാക്സിമം നമ്മുടെ രീതിയിൽ ഉള്ള സാധനങ്ങൾ ഇറക്കാൻ നോക്കാം ഗൈസ്. അത് ഒരു പ്ലാൻ ചെയ്യുന്ന പരിപാടി ഒട്ടും നടക്കാത്ത കേസാണ്. ഇതിപ്പോൾ ആകസ്മികമായിട്ട് സംഭവിക്കുമ്പോൾ അത് രസമാണ്. അപ്പോൾ എനിക്കും അതാണ് ഇഷ്ടം. പിന്നെ ട്രാവലിൻ്റെ അതും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഗൈസ്. മിക്കവാറും ഈ മാസം തന്നെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് അടിക്കും. നോക്കാം, ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും ഞാൻ ഫോറം മോളിൽ പോട്ടെ ഗൈസ്, അവിടെ വെയിറ്റ് ചെയ്യണം. ബൈ. ആടാ നിന്നെ എൻ്റെ വ്ളോഗിൽ ഇങ്ങനെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയല്ലോ. അങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മൾ പവർ ഗ്രൂപ്പിലെ ഒരു പ്രമുഖനെ കിട്ടിയിരിക്കുന്നു. അതെ ഓക്കെ. അപ്പം എന്തെങ്കിലും ഞാൻ അവനെ പരിചയപ്പെട്ടിട്ട് വരാം ഗൈസ്. ആദ്യമായിട്ടാണ് കാണുന്നത്. കല്യാണ ചെക്കൻ മണവാളൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. കൊച്ചിയിലോട്ട് ഒറ്റ ദിവസത്തെ ഷോപ്പിങ്ങിന് വന്നേക്കാണ്. ആണല്ലേ? ലെറ്റ്സ് ഗൈസ്. മാന്യവാർ വരെ ഒന്ന് പോയിട്ട് വരാം. ഫുൾ ഷോപ്പിംഗ് മൂഡിലാണ്. എന്തെങ്കിലും കഴിക്കണമല്ലോ. പടാ ആ ഒരു പേര് ദോഷം ഞാൻ മാറ്റിയെടുക്കും. കുറച്ച് നാളത്തേക്ക് ഫുഡൊന്നും ഇല്ല ഗൈസ് ചാനലിൽ. ഞാൻ അത് മാറ്റിയെടുക്കാനുള്ള പരിപാടിയില്ല. അത് തന്നെ, ഫുഡ് അടി എന്നുള്ള സാധനമാണ് ഈ ഫുഡ് അടി ആക്കിയത് നമ്മളെല്ലാവരും കൂടെ. ശരി ഗൈസ്, നോക്കിയിട്ട് വരാം. മാന്യവാർ ഷോപ്പിംഗ് കഴിഞ്ഞ് ഗൈസ്. ചായക്കടി സ്നാക്സ് കഴിക്കാനുള്ള പരിപാടി. ഫുൾ എന്ത് ടെൻഷനാണെന്ന് അറിയാം ഗൈസ്. ഓരോ സാധനം ചേരുന്നുണ്ടോ ചേരുന്നില്ലേ. സൂപ്പറാണ് കേട്ടോ. എനിക്ക് അറിയാം ലുക്ക് എന്താണെന്നുള്ളത്. എനിക്കറിയാം ലുക്ക് എന്താണെന്നുള്ളത്. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ ലുക്ക് കാണിക്കുന്നില്ല ഗൈസ്. അവൻ്റെ കല്യാണത്തിന് കണ്ടാൽ മതി. അപ്പം നമ്മൾ പോയി എന്തെങ്കിലും കഴിക്കട്ടെ. ബൈ ഗൈസ്. പുതിയ സ്കിൻ ക്ലിനിക്കാണ് സ്കിൻ റോബിൻസ്. ഫേഷ്യൽ ചെയ്യാൻ പോകണമെങ്കിൽ പറ്റുമോ ഗൈസ്. ഇതാണ് വ്യൂ. ഫുഡ് കഴിക്കാനായിട്ട് ആർട്ടിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ദിസ് വ്യൂ. ഇല്ല, ഫുഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ, പേടിക്കണ്ട. എല്ലാം ഇതെടുത്തോ നമ്മളൊക്കെ ഡയറ്റ് ചെയ്യുന്ന ആളായുണ്ട്. പ്രോട്ടീൻ കല്യാണ ചെറുക്കൻ്റെ രോദനം. ഞാൻ ബിരിയാണി ആ ഐസി. അപ്പോൾ ഗൈസ് നമ്മളും ബിരിയാണി സ്റ്റാർട്ടർ ഹെൽത്തിയും മെയിൻ കോഴ്സ് അൺഹെൽത്തിയാണ് ഗൈസ്. നോക്കട്ടെ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഗൈസ്. മാഷ് പൊട്ടറ്റോ ലോകത്ത് എല്ലാത്തും നല്ലതായിരിക്കും. ബട്ടറൊക്കെ ചേർത്തുണ്ടാക്കുന്നത്. ഓ ഭയങ്കര സ്മൂത്ത് അല്ലേ. കൊള്ളാം. മാഷ് പൊട്ടറ്റോ രസമാണ്. മഷ്റൂം ആയിരിക്കും. മഷ്റൂം പെപ്പർ മഷ്റൂം ആയിരിക്കും. ടൈം ഇവിടെ കിട്ടുമെന്നോ? നീ കേരളത്തിനെ പറ്റി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ കിട്ടാത്തൊന്നുമില്ല ഇപ്പം. ഇവിടെ ഉണ്ടാകും ഇപ്പം. ഗ്രിൽ ചിക്കൻ ഒരു രക്ഷയില്ലാത്ത കൊള്ളാം. അല്ല ഫുഡല്ല, എൻ്റെ മുഖമാണ്, എക്സ്പ്രഷനാണ് കാണേണ്ടത്.
കൊള്ളാം കേട്ടോ. ഇതൊക്കെ മാഷ് പൊട്ടാറ്റോയും ഗ്രേവിയും കൊള്ളാം, അടിപൊളി. എനിക്ക് വേറെ എന്തോ ഒരു യൂണിക് മഷ്റൂം അട പെപ്പറാണ്. എനിക്ക് ചിക്കൻ റോസ്റ്റ് ഇല്ലേ, റോസ്റ്റ് ചിക്കൻ, അതിൻ്റെ ഒരു ഗ്രേവി, ക്രിസ്മസിന്റെ ടൈമിലുള്ള അതിൻ്റെ ഒരു അതാണ് റോസ്റ്റ് ടർക്കിയൊക്കെ കഴിക്കുന്നതല്ല. ഞാൻ ഒരു നല്ല മഷ്റൂം പെപ്പർ ടേസ്റ്റ്. ഗൈസ് ഇതൊന്നും കോഴിക്കാന്താരി അല്ലേ? കോഴിക്കാന്താരി ഗൈസ്. ഏതോടെ വല്യമ്മ വലിയ കുക്കട്ടാ, പേര് കട്ട കുക്ക്. ഓ സൂപ്പർ അല്ലേ? അമ്മോ, കറിവേപ്പിലയും മുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ്. മസാല അധികം എരിവില്ല, അല്ല അങ്ങനെ കുത്തണ ഏതുമില്ല അല്ലേ? ബാലൻസ് ആയി. ഇത് വെളുത്തുള്ളി പൊരിച്ചിട്ടല്ലേ, നല്ല രസമുണ്ടാവും. ക്രിസ്പി ഗാർലിക്, ഇത് മൊത്തം ഗാർണിഷ് ഫ്രൈഡ് ഗാർലിക് ആണ്, കറിവേപ്പിലയും. സൂപ്പർ, ഞാൻ അഗ്രി ചെയ്തു. ഞാനും അഗ്രി ചെയ്ത്. കൊള്ളാം, സ്റ്റാർട്ടറാക്കാൻ പറ്റിയ സാധനം അല്ലേ? നല്ല ഇത് ചോറിനോടെയൊക്കെ നല്ല ടേസ്റ്റ് ആയി കേട്ടോ. അപ്പത്തിൻ്റെ നല്ല അപ്പത്തിനോടെയും നല്ല ടേസ്റ്റ് ആയി. കൊള്ളാം, യമ്മി. നൈസ് മട്ടൻ ബിരിയാണി. നോക്കട്ടെ എങ്ങനെ ഉണ്ടോ. മട്ടനൊക്കെ നല്ല സോഫ്റ്റാണ്. കഴിച്ചോട്ടെ. മട്ടൻ കുടാ ബീൻ ബെറ്റർ. മട്ടൻ സുഖമില്ല, മട്ടൻ എനിക്ക് വർക്കായില്ല. മട്ടൻ്റെ മട്ടൻ്റെ ടേസ്റ്റ് ഒത്തിരി ഫണ്ണി ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് അത്രയ്ക്കും കൂടെ വർക്കായില്ല. മീനോ മട്ടനോ കുഴപ്പമില്ല. ചോറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോറിന് കൊള്ളാം അല്ലേ? ചോറും മസാലയും കൊള്ളാം. പക്ഷെ മീറ്റിന് എന്തോ ഒരു ചെറിയൊരു കശപ്പിച്ച. അങ്ങനെ ചീത്ത എന്നല്ല, പക്ഷെ ടേസ്റ്റ് എന്തോ ഫണ്ണി ടേസ്റ്റ് അല്ലേ? നമ്മൾ ദുബൈയിലും കിട്ടുന്ന മട്ടനും അല്ല, ഇന്ത്യൻ മട്ടൻ, അതിൻ്റെ ഒരു സംഭവം. സാധാരണ ഇവിടെ ഇങ്ങനെ കിട്ടാത്തതാണ്. നോക്കാം. ചെമ്മീൻ കുറച്ച് ഓ ഇത് തോടൊക്കെ കളയാൻ ഇത്തിരി ഉള്ളു കേട്ടാ. അങ്ങനെയുണ്ട്. ഓ അപ്പോൾ ഹോപ്പായി. മട്ടൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു മിസ്ജഡ്ജ് ഉത്തമൻ. ഓക്കെ ഗൈസ്, ഞാൻ ഇത് കഴിച്ച് നോക്കിയിട്ട് വരാം. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഗൈസ്. അവിടെ ടേസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടോ? നല്ല മസാല. ചെമ്മീൻ കൊള്ളാം ഗൈസ്, നൈസ്. കമ്മി ഗൈസ്. നമ്മൾ പരിപ്പ് പായസം കഴിച്ച് എൻഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വേറൊരു ടേസ്റ്റാണ്, പക്ഷേ കുഴപ്പമില്ല. ഇത് നൈസാണ്. കുറച്ച് തിക്നെസ് മറ്റേ എന്താ പറയുക, പരിപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ വേറെ എന്തോ ഒരു ടൈപ്പ് ഓഫ് നല്ല അഡിക്റ്റീവാണ്. ഇത് കഴിച്ചാൽ കുടിച്ചുകൊണ്ടിരിക്കും, മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരാം ഗൈസ്. പുറത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നേരെ കഫിക്കാനയിലോട്ട് പോവാണ് നമ്മൾ. അപ്പോൾ അവനങ്ങോട്ട് നല്ല കോഫി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ കഫിക്കാനയിലോട്ട് തന്നെ പോകാം ഗൈസ്. ലെറ്റ്സ് അവിടെ വെച്ചാണ് ഗൈസ്. ബൈ. യൂഷ്വൽ സാധനമായ അഫഗാറ്റോ കഴിക്കാൻ വന്നിരിക്കുകയാണ് കഫിക്കാനയിൽ. ആരെയും വെറുതെ വിടൂല, വരുന്നവരെല്ലാവരെയും കഫിക്കാനയും കൊണ്ടുവരും ഗൈസ്. ഉടനെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ ഇല്ല, കൂട്ടുകാരൻ്റെ കഫേ ആണ്ട് ഗൈസ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതെ, ആത്മാർത്ഥമുള്ള കൂട്ടുകാരൻ. എൻ്റെ സ്ഥിരം സാധനം അഫഗാറ്റോ. ഇതിപ്പോൾ അഡിക്ഷൻ ആയിട്ടാ എനിക്ക്. ഐസ്ക്രീം കഴിക്കണ്ടെന്നൊക്കെ വിചാരിക്കും, പക്ഷെ
പരിചയപ്പെടുത്തി തന്ന കഴിച്ചതാണ്. ഒരാൾക്ക് ഇതിന്റെ പിന്നാലെ ഡയറ്റ് ആയതുകൊണ്ട് രണ്ടൊരു ഭാഗത്തിരിക്കുകയാണ്. ആര് ഞാൻ പ്രാവശ്യം പരിചയപ്പെടുത്തി കൊടുത്തു. അഫഗാറ്റോ അല്ലേ? പരിചയപ്പെടുത്തി തന്നിട്ട് അങ്ങനെ ഞാൻ ഈ കഫേയിൽ ഉണ്ടായിരുന്നപ്പോഴേ നല്ല കോഫി ട്രൈ ചെയ്തു. ആദ്യം ലാറ്റെ കുടിച്ചു തുടങ്ങി. കുറച്ച് കുടിച്ചപ്പോൾ ഞാൻ ഒരു കിക്ക് കിട്ടുന്നില്ല. പിന്നെ ഡാർക്ക് ലാസ്റ്റ് എക്സ്പ്രസർ കുടിച്ചില്ല. മനസ്സിലായി. എന്നാലും എനിക്ക് ആ ഫീൽ കിട്ടുന്നുള്ളൂ. ശീലമായി ആ ടൈമിൽ ഇതൊക്കെ ട്രൈ ചെയ്തു. അഫഗാറ്റോ രക്ഷയല്ല ഗൈസ്, ഒരു വികാരമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഞാൻ എല്ലായിടത്തും പോയിട്ട് ഈ ഐസ്ക്രീമിന്റെ ടേസ്റ്റും കൂടെ മാറുന്ന അനുസരിച്ച് പൊളി സംഭവമാണ്. അബുദാബിയിൽ ഒരു കഫേ ഉണ്ട്, അവര് കൊടുക്കുന്നത് സാഫ്രോൺ ഐസ്ക്രീം. ഭയങ്കര ഹെവി ഫ്ലേവർ ആയിരിക്കുമല്ലോ അതില്. കോഫി കോഫി സാഫ്രണും കാശ്മീരി ടേസ്റ്റ് ആയിരിക്കും മൊത്തം. ആ ഐസ്ക്രീം അവരുണ്ടാക്കുന്ന മനസ്സിലായി. അത് അങ്ങനത്തെ ഫ്ലേവർ ഇല്ലല്ലോ. അതും ആ അവരുടെ കോഫി കൂടെ സെറ്റാണ്. അതാണ് ഞാൻ ബെസ്റ്റ് കഴിച്ചതിൽ വെച്ചാൽ. ഞാൻ അന്ന് ഷാസൊക്കെ കൂടെ പോയി എവിടെയോ ശേഖറിന്റെ ഒക്കെ കൂടെ പോയി അത് ഞാൻ ഉണ്ടായില്ല. ഭയങ്കര എന്നൊക്കെ പറഞ്ഞ നോക്കണം നെക്സ്റ്റ് ടൈം നോക്കാം ഗൈസ്. ബ്രോ നീ കല്യാണത്തിനും അല്ല കല്യാണത്തിനും വരില്ലേ? വേറെ കല്യാണത്തിന് മറ്റൊരു കല്യാണത്തിന് കാണാം. എന്തായാലും നമുക്ക് ഫുഡ് എക്സ്പ്ലോറേഷൻ അടുത്ത പ്രാവശ്യം സെറ്റാകാം. അപ്പൊ ശരി, ബൈ, കാണാം. ഇല്ല ബൈ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ യാസറിന് യാത്ര അയച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഒരു വ്ളോഗിൽ ഫുൾ പവർ ഗ്രൂപ്പിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരെ പവർ ഗ്രൂപ്പിൻ്റെ അങ്ങോട്ട് ദുബൈയിലോട്ട് പോകും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നെന്തായാലും നൈസായിരുന്നു ഗൈസ്. നമ്മൾ എവിടെയാണ് പോയത്? മറ്റേ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് ഫോറം മോളിൽ. അവിടെ പക്ഷേ മട്ടൻ ബിരിയാണി ഫ്ലോപ്പായി പോയി ഗൈസ്. ഈവൻ ഷെഫ് തന്നെ പറഞ്ഞു എന്തോ മട്ടൻ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചപ്പോഴേ ഒരു ചെറിയൊരു സ്മെല്ലും ടേസ്റ്റും ഭയങ്കര ഫണ്ണി സംഭവമായിരുന്നു. പക്ഷെ അത് കഴിച്ചപ്പോൾ പറയേണ്ടതായിരുന്നു. ഞാനാണെങ്കിൽ നമ്മൾ വിശന്നിരുന്നതിൻ്റെ അതില്ലാതെ കഴിക്കുകയും ചെയ്തു. ജീവനോടെ ഇരുന്ന ഭാഗ്യം കഴിച്ചു. നോക്കാം എന്തായാലും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഫി ക്യാനലിൽ ഒന്ന് കോഫിയൊക്കെ കുടിച്ചു. അവർക്ക് ഇവിടുത്തെ അഫഗാറ്റോയും കോഫിയും V60 ഇതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഈ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ളവർക്ക് പോലും ഇപ്പം നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി കേസ്. അവരൊക്കെ അവിടുത്തെ നല്ല ഒത്തൻറ്റിക് സാധനങ്ങൾ കുടിച്ച് നടക്കുന്നവരാണല്ലോ. അപ്പം ഇറ്റ്സ് നൈസ്. അപ്പം നമ്മൾ കൊണ്ടുവരുന്ന സജഷൻസൊക്കെ നമ്മൾ പാഴാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ, ഇപ്പം നമുക്ക് നല്ല കോഫി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് കഫിക്കാനയാണ് കൊച്ചിയിൽ. അപ്പം നമുക്ക് ഷെയർ ഉണ്ടാവണമെന്നില്ല കേസ്. നമുക്ക് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഏറ്റവും പെർഫെക്റ്റ് എന്താണെന്നുള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ചെറിയ വ്ളോഗായിരിക്കും മിക്കവാറും. അപ്പോൾ എല്ലാവർക്കും ലവ് യു ഗൈസ്, ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റ.